ഇനി നമുക്ക് ഡീറ്റെയിൽ പേജ് പോകണ സംഭവം, അതായത് ഇതിമ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ പേജ് പോകണം. അതിനാദ്യം ഞാനിത് എന്ത് ചെയ്യണം, ലിങ്ക് കണ്ടുള്ള സംഭവം. മറ്റേ നമ്മൾ ഓൺ ക്ലിക്ക് വെച്ചിട്ട് നാവിഗേറ്റ് ചെയ്യല്ലേ. ഓൺ ക്ലിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതും ക്ലയൻറ്റ് സൈഡിൽ നടക്കുന്ന പരിപാടിയാണ്. യൂസർ ക്ലയൻറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ സെർവർ സൈഡിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, അതായത് അതിമ്പോൾ തൊടുമ്പോൾ ഇന്ന പേജിൽ പോകണം. അത് നമ്മൾ ആഡ് ടാഗ് യൂസ് ചെയ്യും. ആഡ് ടാഗ് അത് സെർവർ സൈഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം. പക്ഷേ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സംഭവമൊക്കെ ഈവൻറ്റ്സ് ആണ്. അതൊക്കെ ഫ്രണ്ട് എൻഡ് ക്ലയൻറ്റ് സൈഡിലേ നടക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ ക്ലയൻറ്റ് സൈഡ് യൂസ് ക്ലയൻറ്റ് ആക്കേണ്ടി വരും. അപ്പോൾ യൂസ് ക്ലയൻറ്റ് ആക്കാതെ നമുക്ക് തൊടാൻ പറ്റുന്ന ഒരു സംഭവമാണ് ലിങ്ക്. ഇത് നമ്മൾ ചങ്ങായിമാർ തരുന്ന തന്നെയാണ്, നെക്സ്റ്റ് UI തരുന്ന തന്നെയാണ്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ സംഭവം ഇടാം. എന്താ കീ കൊടുക്കാം ബ്ലോഗ് ID. അപ്പോൾ നമുക്ക് റെഫ് എടുത്തിട്ട് /blog ID. ഇതാണ് നമ്മളൊരു ഇതിൻ്റെ ഒരു സംഭവം. സാധാരണ സ്ട്രക്ചർ ഇങ്ങനെയാണല്ലോ ഉണ്ടാവില്ല ഒരു വെബ്സൈറ്റിൽ. /blog/ അതിൻ്റെ ID എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ പേജിലോട്ട് പോകും. അപ്പോൾ നമുക്ക് ആദ്യം ഈ റൗട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചോ. ഇങ്ങനെ റൗട്ട് ഉണ്ടാക്കണ്ടേ, നമുക്ക് തൊട്ട് നോക്കാം. അപ്പോൾ എന്താ ഉണ്ടാവുക. ഓ മൈ ഗോഡ്, ഒരു മിനിറ്റ്. തൊട്ടുമ്പോൾ കണ്ടോ, പേജ് നോട്ട് ഫൗണ്ട്. കാരണം ഇങ്ങനെ ഒരു പേജില്ല, അങ്ങനെ ഒരു റൗട്ടില്ല. അങ്ങനെ റൗട്ട് നമ്മൾ ഉണ്ടാക്കണം ആദ്യം. /2 പോകുന്നുണ്ട്, ID 2 ആയതുകൊണ്ട് ID 2 പോകുന്നുണ്ട്. പിന്നെ ഞാനിത് എന്ത് ചെയ്യാ സംഭവം, ക്യാഷിങ് ഒന്ന് വെച്ചോളാം. നല്ല രസമല്ലേ ക്യാഷിങ് കാണാൻ. അല്ലാണ്ടല്ലേ ലോഡിങ് ഉണ്ടോ, ഇങ്ങനെ സംഭവം മനസ്സിലാക്കണമല്ലോ അല്ലേ. ഓക്കെ, ബ്ലോഗ് 3 പക്ഷേ പേജില്ല. അപ്പോൾ നമുക്ക് ആദ്യം പേജ് ഉണ്ടാക്കാം. ബ്ലോഗ് എന്നുള്ള പേജ് /blog. ഓക്കെ, /blog ഇട്ടു. ഇതിൽ ബ്ലോഗ് എന്നെല്ലാം കൊടുത്തിരിക്കണത്. അതെ, ഇതിലൊരു പേജ്.txs RFCE ബ്ലോഗ് /blog പോയി കഴിഞ്ഞാൽ ആ ബ്ലോഗ് വരുന്നുണ്ട്. പക്ഷേ /3 എന്ന് കഴിഞ്ഞപ്പോൾ നമ്മളങ്ങനെ കൊടുക്കുക. അതാ ലൈക്ക് 3 /3, അതേപോലെ /2 ഈ സംഭവമൊക്കെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കുറച്ച് പണിയാണല്ലോ. കാരണം നമുക്ക് ID ചിലപ്പോൾ 1 ആയിരിക്കും, ചിലപ്പോൾ 1000 ആയിരിക്കും, അല്ലെങ്കിൽ 2000 സംതിങ് ആയിരിക്കും. അങ്ങനെ ഓരോ നമ്പറും നമ്മൾ ഓരോ ഫോൾഡർ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഡൈനാമിക്കായിട്ട് വരുന്ന സംഭവങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുക, ബ്ലോഗിൽ തന്നെ ഇതിൻ്റെ ഉള്ളിലല്ല ഇതിൻ്റെ ഉള്ളിലാണല്ലോ. പിന്നെ ഈ ബ്ലോഗിൻ്റെ ശേഷമാണല്ലോ നമ്മൾ ഇടുന്നത് ID. അപ്പോൾ ഇവിടെ നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റിൽ ID കൊടുക്കാം. അതായത് ഇതിനൊരു ഡൈനാമിക്കായിട്ട് വരുന്ന സംഭവമാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നേരത്തെ ഈ പേജ് ബ്ലോഗിൻ്റെ ഉള്ള ഒരു പേജിൻ്റെ ആവശ്യമില്ല, നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ ഈ പേജ് യൂസ് ചെയ്യണ്ട. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നില്ല. പേജ്.txt ഞാൻ ഇതിൻ്റെ ഉള്ളിൽ മാറ്റുക. ഓക്കെ, അപ്പോൾ ഈ ബ്ലോഗിൻ്റെ ഉള്ളിൽ എല്ലാ ഫോൾഡറിലും പേജ്.txt കൊടുക്കൽ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത് കമ്പൗണ്ട് പോയി വയ്ക്കാം. RFCE ഇത് ബ്ലോഗ് പേജല്ലേ, ബ്ലോഗ് ഡീറ്റെയിൽ പേരെടുത്ത് ഞാൻ. ഓക്കെ, ഇതിന് വേണേൽ ലേഔട്ട് ഉണ്ടാക്കാം, പക്ഷേ ഞാൻ ഉണ്ടാക്കണില്ല. ഓക്കെ, ബ്ലോഗ് ഡീറ്റെയിൽ. അപ്പോൾ ഇനി നമുക്കൊന്ന് ലോക്കലിസ്റ്റ് ഇത് പോയി കഴിഞ്ഞാൽ ബ്ലോഗ് 2 സാധനം വരുന്നുണ്ട്. ഈ ബ്ലോഗ് ഡീറ്റെയിൽ പേജിലോട്ട് വരുന്നുണ്ട്. റിയാക്ട് ബ്ലോഗ് ഡീറ്റെയിൽ പേജിലോട്ട് വരുന്നുണ്ട്. എനിക്ക് വന്നാൽ മാത്രം പോരാ, എനിക്ക് ഈ ബ്ലോഗ് ഡീറ്റെയിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആപ്പിൽ നിന്ന് ഫെച്ച് ചെയ്തിട്ട് ഇവിടെ കാണിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ വേണ്ടത്, എനിക്ക് ഇവിടെ ഉള്ള ID വേണം. ഈ ID വെച്ചിട്ടാണല്ലോ എനിക്ക് ഡീറ്റെയിൽ പേജിൽ നിന്ന് /blogs local host API /2 അടിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുക ആപ്പിൽ നിന്ന്. ഓക്കെ, അപ്പോൾ /2 എന്നുള്ള ഈ 2 എനിക്ക് ഇവിടെ കിട്ടണം, ഈ പേജിൽ കിട്ടണം. എന്നാലേ എനിക്ക് ഡാറ്റ ഫെച്ച് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കിട്ടാനെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതുണ്ട്, പരാംസ് എന്ന സാധനം കിട്ടും നമുക്ക്. നെക്സ്റ്റ് പരാംസ് അതിൻ്റെ ഇൻ്റർഫേസ് ചെയ്തിട്ടോ. ഇതിൻ്റെ ഈ പ്രോപ്സിൻ്റെ പരാംസ് ഉണ്ട്. ഈ പരാംസ് പറയണത് അതിൻ്റെ ഉള്ളിൽ ഒരു ID ഉണ്ടാവും. ആ ID സ്ട്രിങ് ആയിരിക്കും. ഓക്കെ, പരാംസിൽ ID വരും, ID സ്ട്രിങ് ആയിരിക്കും. അതാണ് ഇവിടെ പറയണത്. ഓക്കെ, അപ്പോൾ പരാംസിൻ്റെ ഡാറ്റ ടൈപ്പ് ഈ പ്രോപ്സ് ഞാൻ ഡാറ്റ ടൈപ്പ് ഇവിടെ സെറ്റ് ചെയ്ത്. അയ്യോ, അങ്ങനെയൊക്കെ തന്നെ അല്ലേ. ഇവിടെ പ്രോപ്സ്. ഓക്കെ,
ഇനി നമുക്ക് ഈ പരാമർശത്തിനുള്ളിൽ നിന്ന് ID ഇവിടെ വരുന്നുണ്ടോ നോക്കാം. ഇങ്ങനെ എടുക്കാം പരാമർശത്തോടെ ID. ഓക്കെ, ടൈപ്പ് സ്ക്രിപ്റ്റൊക്കെ നമ്മൾ വയ്യേ പഠിച്ചോളൂ കേട്ടോ. നല്ല സംഭവമാക്കണ്ട. അതായത് ഇതിൽ പരാമർശം പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അതൊരു ഒബ്ജക്റ്റാണ്. ആ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ ID പറഞ്ഞിട്ടുള്ള ഒരു കീ ഉണ്ട്, അത് സ്ട്രിങ് ആയിരിക്കും. അതാണ് ഇവിടെ സംഭവം പറയണത്. ഓക്കെ, അതൊക്കെ നമ്മൾ വയ്യേ പഠിച്ചുള്ളൂ. അതിന് നല്ല കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പഠിച്ചങ്ങനെ വന്നോളൂ. കണ്ടോ, ഇപ്പോൾ /2 കൊടുത്തപ്പോൾ /2 വന്നു, /5 കൊടുത്തപ്പോൾ /5 വന്നു, 2 കൊടുത്തപ്പോൾ 1 കൊടുത്തപ്പോൾ 1 വന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇനി ആ സാധനം നമുക്ക് ഫെച്ച് ചെയ്യാമല്ലോ സുഖമായിട്ട്. എങ്ങനെ, കോൺസ്റ്റ് ബ്ലോഗ്, ഒരു ബ്ലോഗാണ്, ഒറ്റ ബ്ലോഗ് ഒബ്ജക്റ്റ് ഇമ്പോർട്ട് ചെയ്ത് = ഫെച്ച് ലോക്കൽ ഹോസ്റ്റ് ഓഫ് 3001. ആ പാരാമീറ്ററിന് വരുന്ന ID കൊടുത്തു, ക്യാഷ് നോ സ്റ്റോർ കൊടുത്തു. ഓക്കെ, ആ ടൈപ്പ് പ്രോമിസ് തന്നെയാണ്. ഇത് അവൈറ്റ് ചെയ്യണമെങ്കിൽ സിങ്ക് ആക്കണം. സിങ്ക് ആക്കി അവൈറ്റ് ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യുക, ആ ബ്ലോഗ് ഇവിടെ സിമ്പിളായിട്ട് കാണിക്കാം സുഖസുന്ദരമായിട്ട്. ഞാൻ ഇവിടെ നിന്ന് അതിൻ്റെ കോപ്പി ചെയ്തിട്ട് ലൈക്ക് ഡിപ്പ് സുഖമായിട്ട് ഞാൻ കൂടെ കാണിക്കാം. ഇതിൻ്റെ കൂടെ ഓതറും ഡിസ്ക്രിപ്ഷനൊക്കെ പോകണ്ടല്ലോ അല്ലേ? ഒക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ഈ പേജത്തെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ സെപ്പറേറ്റ് ഒരു കളർ കൊടുക്കാം, ഗ്രീൻ. എന്താ, അതൊരു വേറൊരു സിമ്പിളാണ്, നടക്കട്ടെ, ആദ്യം പറഞ്ഞുതരാം. / നമുക്ക് ഹോം പേജിൽ പോവാം. ഓക്കെ, ഇനി ആദ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ /blog/2 പോകും, blog/2 പോകുമ്പോൾ ആ ബ്ലോഗ് ലോഡ് ചെയ്യുന്നു. കണ്ടോ, ആ ബ്ലോഗ് വന്ന്. ഇപ്പോൾ ഇതിൻ്റെ പേജ് സോഴ്സ് പോയി കഴിഞ്ഞാൽ സെർവർ സൈഡ് കമ്പോണൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ചങ്ങായി ഇവിടെ ഉണ്ടാവേണ്ടതാണ്. ലോഡിങ് ബ്ലോഗ്സ് എന്താണ്, കണ്ടൻറ്റ് എന്തെങ്കിലും ഫ്ലട്ടർ ഉണ്ടോ? ഫ്ലട്ടർ ഉണ്ട്. കണ്ടൻറ്റ് ഇവിടെ ഉണ്ട്, ഉള്ളിലെവിടെയൊക്കെ ആയിട്ടുണ്ട്. കണ്ടോ, അല്ലാതെ empty ഒന്നല്ല. അപ്പോൾ സാധനം വന്നു, റിഫ്രഷ് ചെയ്യുന്നു. ഓരോ തവണ ലോഡാവുന്നുണ്ട്. അത് ഒഴിവാക്കാൻ നമുക്ക് അറിയാം. അത് നമ്മൾ ഒഴിവാക്കി അവിടെ സ്പെഷ്യലി കൊടുത്തോണ്ടാണ് അത് പോയിക്കണത്. ഇത് ഞാൻ ഒഴിവാക്കി കഴിഞ്ഞാൽ കണ്ടോ, ഇനി ലോഡാവില്ല. കണ്ടോ, റിഫ്രഷ് അടിക്കുമ്പോൾ കണ്ടോ, ഇനി ലോഡിങ് ഇല്ല, ഒറ്റ ലോഡ് ചെയ്യുള്ളൂ. ഇനി നമ്മൾ ഹോമിൽ പോകുന്നു, ബ്ലോഗ്സ് ലോഡ് ചെയ്യുന്നു. ഞാൻ ഈ ഫ്ലട്ടർ എടുത്ത് കഴിഞ്ഞാൽ കണ്ടോ പെട്ടെന്ന് വന്നു. പക്ഷേ ഈ റിയാക്ട് ചെയ്യാൻ ഇതുവരെ ലോഡ് ചെയ്തിട്ടില്ല. ഇത് ലോഡ് ചെയ്യുമ്പോൾ ലോഡിങ് വരും. കണ്ടോ, ലോഡിങ് ബ്ലോഗ്സ് ഡേറ്റ്. ഓക്കെ, തിരിച്ച് ഗൈസ്റ്റോറും കണ്ടന്റ് ഒരു വേറെ സാധനം കൂടി കാണിച്ചിട്ട് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ ഞാൻ റീഫ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നത് ലോഡിങ് ബ്ലോഗ്സ് എന്നാണ് വരുന്നത്. ഇത് ഞാൻ ഈ പേജിന് ഉദ്ദേശിച്ച് കൊടുത്തതാണ്. ഏത്, നമ്മുടെ ഹോം പേജിൽ ലോഡിങ് ബ്ലോഗ്സ് കാണിക്കാൻ കൊടുത്തതാണ്. പക്ഷേ ഈ ബ്ലോഗിൻ്റെ ഉള്ളിൽ ഐഡിൻ്റെ ഉള്ളിൽ ലോഡിങ് പറഞ്ഞിട്ടുള്ള ഫയൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ മേലെ ഏറ്റവും ഉള്ള ലോഡിങ് ഏതാണോ അത് യൂസ് ചെയ്തു. ഓക്കെ, ഇത് യൂസ് ചെയ്തു. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ലോഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ ലോഡിങ് ഇവിടെ വരും. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ലോഡിങ് ബ്ലോഗ് ഡീറ്റെയിൽ എന്തെങ്കിലും സ്പിന്നർ എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണിക്കും. ഓക്കെ, തൽക്കാലം ഞാൻ ഹിത്ത് കാണിച്ചോളൂ. ഇപ്പോൾ ലോഡിങ് ബ്ലോഗ് ഡീറ്റെയിൽ, അപ്പോൾ ആ പേജൊക്കെ മാത്രം ലോഡിങ് പേജ് ആയില്ലേ. ഓക്കെ, അങ്ങനെ ഓരോ പേജൊക്കെ ഓരോ ലോഡിങ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ലോഡിങ് ഇങ്ങനെ, ഈ പേജിൻ്റെ ലോഡിങ് ബ്ലോഗ്സ് ഇത് യൂസ് ചെയ്തു. ഓക്കെ, പിന്നെ അതേപോലെ നമുക്ക് എറർ പറഞ്ഞിട്ട് അങ്ങനെ എന്തോ സംഭവം ഉണ്ട്. TXS RFC എറർ റെക്കോർഡ് എന്തൊക്കെ സംഭവം ഉണ്ട് അങ്ങനത്തെ. ഇതെന്താ എറർ യൂസ് ക്ലൈൻറ്റ് ആയിരിക്കണം എന്നുള്ളൊരു ഡിമാൻഡൊക്കെ ഉണ്ട്. അവർക്ക് തോന്നുന്നുണ്ട് എറർ ക്ലൈൻറ്റ് ആയിരിക്കണം എന്ന്. ഓക്കെ, എറർ എപ്പോഴാണ് വരിക അറിയോ? ഇത് ലോഡ് ചെയ്ത് ഇല്ലാത്തൊരു ഐഡിയ കൊടുക്കുമ്പോൾ എറർ വരില്ല. പക്ഷെ ഇവിടെ ഇല്ലാത്തൊരു എടുക്കുമ്പോൾ നമുക്ക് ഈ പച്ച സാധനം വരുന്നുണ്ട്. അതായത് ഈ പേജിനുള്ളിൽ കയറുന്നുണ്ട്. അങ്ങനെ കയറാൻ പാടില്ല. അപ്പോൾ അതിന് പകരം നമുക്ക് ഇവിടെ വേറെ എന്തൊക്കെ ഉണ്ട് എനിക്ക് കറക്റ്റ് അറിയുന്നില്ല. ലൈക്ക് ഒരു 404.TSX അങ്ങനെ എന്തൊക്കെയുണ്ട്. നോട്ട് ഫൗണ്ട് ബ്ലോഗ് ഡീറ്റെയിൽ. അതെന്തായാലും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ആ സംഭവം അങ്ങനെയൊക്കെയാണ്. ഇതിൽ കുറേ സംഭവങ്ങളുണ്ട് ഇങ്ങനത്തെ. നമുക്കിതിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ പോയി നോക്കിയാൽ കാണാം. കുറേ ഡോക്യുമെൻറ്റേഷൻ നോക്കും.
എല്ലാം പഠിക്കൊന്നും വേണ്ട, ആവശ്യമില്ലാതെ പറയുന്നുണ്ട്. ആ നോട്ട് ഫൗണ്ട് എന്നാണ് പേരല്ലേ, ലൈക്ക് അല്ലേ? അതെ, നോട്ട് ഫൗണ്ട് കൊടുത്തു നോക്കാം. നോട്ട് ഫൗണ്ട് നോട്ട് ഫൗണ്ട് /43 വരുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല, എന്താണോ? എന്തായാലും ഈ സംഭവമൊക്കെ നോക്കിയിട്ട് പിന്നെ നമുക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. നോട്ട് ഫൗണ്ട് ഇത് എവിടെ കൊടുക്കേണ്ടത്? ആപ്പിൽ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. നോട്ട് ഫൗണ്ട് റിവ്യൂ 404. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ അതിപ്പോൾ കൂടുതൽ പോകണില്ല. അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം. നോട്ട് ഫൗണ്ട് ഞാൻ ഒഴിവാക്കുന്നുണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോക്ക് മാറ്റി വെക്കാം. ഓക്കെ, ഈ എറർ ഞാൻ ഒഴിവാക്കുന്നുണ്ട്, അത് അടുത്ത വീഡിയോക്ക് മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ എത്ര മതി. ഓക്കെ, ഇപ്പോൾ തൽക്കാലം /43 ഉണ്ടെങ്കിൽ അവിടെ വന്നോട്ടെ. അത് സെർവർ സൈഡ് കമ്പൗണ്ടാണ് ഇതൊക്കെ ഇപ്പോൾ സെർവർ സൈഡ് കമ്പൗണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ എല്ലാ ഡാറ്റയും വരും. ക്യാഷിങ് ഒക്കെ ഓണാക്കിയിടാം, ഓഫാക്കിയിടാം. ഞാൻ ക്യാഷിങ് ഓണാക്കിയിടുന്നതാണ്. ക്യാഷിങ് ഓണാക്കിയിടണമെങ്കിൽ ഇത് കളഞ്ഞാൽ മതി. എന്നിട്ട് റീവാലിഡേറ്റ് ചെയ്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു 10 സെക്കൻഡ് കൂടുമ്പോഴോ അങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ.